പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹമായ ഈ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്കായി ഒരുങ്ങി ആഗ്രഹത്തോടെ കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഈ അനുഗ്രഹമായ ഈ മധ്യാഹ്നത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ എവിടെ ആയിരുന്നാലും ഹല്ലേലൂയ ഒരേ ആത്മാവിൽ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ആരാധിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പൂർണ്ണമായും നമ്മെ കർത്താവിൻ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ആരാധന, ഇന്നത്തെ ശുശ്രൂഷകൾ ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ, സ്വർഗം പ്രസാദിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ, ആരാധിപ്പാൻ, സ്വർഗം പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം ആരെ പേടിക്കും? ഈ ദുഷ്ടലോക മനുഷ്യൻ നമ്മോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ കൃപയെന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ കൃപയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അവന്റെ ദയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അവന്റെ കരുണ ഹല്ലേലൂയ ഇതുവരെയും തീർന്നു പോയിട്ടില്ലല്ലോ. യഹോവ നമ്മോട് കരുണ കാണിക്കുന്നതിനാൽ നാം ജീവനോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് നാം ഇന്ന് ബലത്തോടെ നിൽക്കുന്നുള്ള ബോധ്യം ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാമോ? ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നശിച്ചു പോകാത്തത്, ഞാൻ ബലത്തോടെ ഇരിക്കുന്നുള്ള ബോധ്യം. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന കർത്താവിനെ നാം ആരാധിക്കുന്നത്. അവൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സകലത്തിന്മേലും അധികാരമുള്ളവനാ, സകലത്തിന്റെയും ഉടയവനായ ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നാം നമ്മുടെ കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആർക്കും പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല. എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ശക്തിക്കും നമ്മെ പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല. നമ്മെ ഇത്രമാത്രം കരുതുന്നൊരു ദൈവമുണ്ട്, ഇത്രമാത്രം നമ്മെ നടത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എത്ര വലിയവനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നാം ആരാധിക്കുന്ന ദൈവം എത്ര വലിയവനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ കർത്താവിൻ്റെ സകല മഹത്വം കരയറ്റാം, സകല പുകഴ്ചകളും അവന്റെ മുന്നിൽ കരയറ്റാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ മധ്യാഹ്നത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിലാണ് നാം നിൽക്കുന്നുള്ള ബോധ്യത്തോടെ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, അവന്റെ വലിയ കൃപ നമ്മളോട് കൂടെ ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു താഴ്വരയിൽ കൂടെ കടന്നുപോയാലും ഹല്ലേലൂയ നിനക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല. നമുക്കൊരു സ്വസ്ഥത തരുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ അല്പനേരം ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ സർവശക്തനായ ദൈവത്തെ മുഴുവത്തോടെ ഹല്ലേലൂയ താവെന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മുടെ മധ്യത്തിലുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഹല്ലേലൂയ അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞാൻ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ് ദൈവം. ഹല്ലേലൂയ. സകലത്തിന്മേലും ഉടയവനായ ദൈവമാ. ഹല്ലേലൂയ. സകലത്തിന്മേലും അധികാരമുള്ളവനാ. ആ ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപ, ദൈവത്തിന്റെ വലുപ്പത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. 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 ഞാൻ ആരാധിക്കുന്ന ദൈവം ഈ ലോകത്തിലുള്ളതിനെ പോലെ അല്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതിനെ പോലെ അല്ല കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സകലത്തിലും മേലായവനാ, സകലത്തിന്റെയും നാമത്തിൽ മേലായ നാമമുള്ളവനാ, സകലത്തിന്മേലും അധികാരമുള്ളവനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഹല്ലേലൂയ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്ന കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ഇത് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അപ്പാ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താവേ, ഞങ്ങൾ ബലത്തോടെ നിൽക്കുന്നതിന്റെ കർത്താവിന്റെ കൃപയാ. ഹല്ലേലൂയ. താവേ, ഞങ്ങൾ സന്തോഷത്തോടെ എൻ്റെ കർത്താവ് ഇരിക്കുന്നതിന്റെ കർത്താവിന്റെ കൃപയാ. എന്നെ നന്നായി അറിയാവുന്ന എൻ്റെ കർത്താവ്, എൻ്റെ ഹൃദയങ്ങളെ അറിയുന്ന എൻ്റെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. 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 പൂർണ്ണമായി എൻ്റെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം, യഹോവ നല്ലവനെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. 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 ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും ഞങ്ങൾ കരയേറ്റുന്നു. അത്യുന്നതനായ എൻ്റെ ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വവും കരയേറ്റുന്നു. ഹല്ലേലൂയ.
അപ്പാ നന്ദി കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ കർത്താവേ, സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ബലത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവർ ഒരു നാളും ലജ്ജിപ്പാൻ ഇടവരികയില്ല. ഹാലിന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ദൈവമേ, അവിടുത്തെ വലിയ കൃപയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താവേ, നിന്റെ സന്നിധിയിൽ കടന്നു നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം താവേ, ഞങ്ങൾക്ക് മുഴുബലത്തോടെ ആരാധിപ്പാൻ തക്കവണ്ണം പൂർണ്ണ ശക്തിയോടെ ആരാധിപ്പാൻ തക്കവണ്ണം താവേ, ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ പ്രവർത്തികൾ നടക്കുവാൻ തക്കവണ്ണം താവേ, സ്തോത്രം സ്തോത്രം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ എന്റെ കർത്താവിന്റെ വലിയ പ്രവർത്തികൾ കാണുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്ന ഓരോ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദേവദാസനങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ മന്ന ഞങ്ങൾക്ക് വേണ്ട വിധം വിളമ്പി തരുവാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും ഈ ഓൺലൈൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഓരോ മക്കളെയും ദൈവം ബലപ്പെടുത്തുന്നതിനായി ശരീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വന്റെ കർത്താവിന് യേശുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ സ്വർഗീയ പിതാവേ. ആമീൻ, ആമീൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന്റെ കരങ്ങളെ ഉയർത്തി മഹത്വപ്പെടുത്തിയാടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം എടുക്കാം. സങ്കീർത്തനം 86-ാമത്തെ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവേ, ചെവി ചായിക്കണമേ, എനിക്ക് ഉത്തരമറിയണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. എന്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, നിങ്കലേക്ക് ഞാൻ എന്റെ ഉള്ളം ഉയർത്തുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എന്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. നീ എനിക്ക് ഉത്തരമരുളുകയാൽ എന്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല. നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ നിന്നെ ലക്ഷ്യമാക്കുന്നതുമില്ല. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഈ അനുഗ്രഹമായ ഒരു സംഗീതം ദൈവം നമുക്ക് ഇന്നത്തെ ആരാധനയ്ക്കായി തന്നതിനായി നന്ദി കരയറ്റാം. ഹല്ലേലൂയ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവേ, ചെവി ചായിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. നാമം ഇന്നും കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാമോ? കാരണം ഹല്ലേലൂയ, നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനെന്ന് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. നാം ആരാധിക്കുന്ന ദൈവം ഹല്ലേലൂയ എപ്രകാരമുള്ള ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ തക്കണം നമ്മൾ ഇടയാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 8-ാമത്തെ വചനം ഇങ്ങനെ നോക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായി ആരുമില്ല.
ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയില്ല. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതി ജനതകളും തിരുമുമ്പിൽ വന്ന് നിന്നെ നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ എങ്ങനെയുള്ളവനാണ് തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് പൂർണ്ണമായും ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ഈ ഭൂമിയിൽ വേറെ ആരിലും ആശ്രയിപ്പാൻ ഹല്ലേലൂയ എനിക്ക് വകയില്ല, എനിക്ക് ആശ്രയിപ്പാൻ ഒരു കർത്താവുണ്ട്, അവങ്കിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായി ആരുമില്ല, നമ്മുടെ കർത്താവിനോട് തുല്യനായി ആരും ഇല്ല എന്നുള്ള ബോധ്യം ഹല്ലേലൂയ ദാവീദിന്റെ മനസ്സിൽ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ എന്നെ ഞാൻ ആശ്രയിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവത്തോട് തുല്യം ചെല്ലുവാൻ വേറെ ആരുമില്ലെന്ന് ബോധ്യമുള്ള ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സർവ്വവ്യാപിയായ ദൈവമാണ്. ഹല്ലേലൂയ. അവനോട് തുല്യം ചെല്ലുവാൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും ഹല്ലേലൂയ തിരുമുമ്പിൽ വന്ന് നിന്നെ നമസ്കരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ ഉണ്ടാക്കിയ കർത്താവിന്റെ മുൻപ് നാം നിൽക്കുന്നത്, ആ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവനാ, സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വലിയവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമല്ലോ, അവൻ മാത്രം ദൈവമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നോക്കിയാൽ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. വീര്യ പ്രവർത്തികൾ ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ ഹല്ലേലൂയ ഒരു നാൾ ലജ്ജിപ്പാൻ ഇടവരികയില്ല. അവനിൽ ആശ്രയം വെച്ചാൽ നീ ഒരു നാൾ ലജ്ജിപ്പാൻ ഇടവരികയില്ല. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിപ്പാൻ ഇടവരികയില്ല. ഇന്ന് കർത്താവ് അപ്രകാരം നമുക്കൊരു കൃപ തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ ദൈവസന്നിധിയിൽ കടന്നു വരാൻ നമുക്കൊരു കൃപ തന്നതാ. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവ്, നിനക്ക് തുല്യനായി വേറെ ആരുമില്ല. ദേവന്മാരിൽ സ്വർഗത്തിലും ഭൂമിയിലും ഹല്ലേലൂയ നിനക്ക് തുല്യനായി ഒരു ഹല്ലേലൂയ ആരുമില്ലെന്നുള്ള ബോധ്യത്തോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. 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 കർത്താവ് നമ്മുടെ പാവങ്ങളെ ഹല്ലേലൂയ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഇന്ന് നമ്മെ ബലത്തോടെ നിർത്തിയതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മരണപാർശ്വങ്ങളെ അഴിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്തവൻ എൻ്റെ കർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ നാം ആരാധിക്കുന്നത്, ആ സർവശക്തനെയാണ് നാം ദൈവത്തെ നാം ആരാധിക്കുന്നത്. അവനോട് തുല്യം ചെല്ലുവാൻ വേറെ ആരുമില്ല, അവനോട് തുല്യം ചെല്ലുവാൻ വേറെ ആരുമില്ലെന്നുള്ള ബോധ്യത്തോടെ ഞാൻ ആരാധിക്കുന്ന ദൈവം സർവശക്തനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാൻ ആരാധിക്കുന്ന ദൈവം അഖിലാണ്ടത്തിന്റെ ഉടയവനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അവൻ എന്നെ സൃഷ്ടിച്ചെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. അവനോട് തുല്യം ചെല്ലുവാൻ വേറെ ആരുമില്ലെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. ഹല്ലേലൂയ. 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 കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, ദൂതന്മാരിൽ മോചനത്തിനായി നിൻ ജനത്തെ ഘോഷിപ്പിച്ചു, ദൂതന്മാരിൽ മോചനത്തിനായി
യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുമേ, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുമേ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. കരുതുന്നവൻ എന്റെ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കരുതുന്നവൻ എന്റെ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ വെറുത്താൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും കരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും കരയിൽ. കരുതുന്നവൻ എന്റെ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കരുതുന്നവൻ എന്റെ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ചെയ്യുകയല്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഒന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കുവാൻ വഴി തുറപ്പാൻ ശക്തനല്ലയോ. ഒന്നും ശക്തനല്ലയോ. ആമേൻ, 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 കരുതുന്നവൻ എന്റെ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കരുതുന്നവൻ എന്റെ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയാൽ. കരുതുന്നവൻ എന്റെ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കരുതുന്നവൻ എന്റെ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനുമേ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് തക്ക മഹത്വം കൊടുത്താൽ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്ന നിങ്ങളെ നിലനിർത്തുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന നിങ്ങളെ ബലത്തോടെ നിർത്തുന്ന ദൈവത്തിന് നന്ദി കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉള്ളപ്പോഴും കർത്താവിന്റെ ഉള്ളംകരത്തിൽ വഹിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, അവിടുന്ന് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ. Amen, amen, glory, 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 hallelujah, 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 hallelujah. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, സർവശക്തനായ ദൈവം, അബ്രഹാമിനെ പേര് ചൊല്ലി വിളിച്ച് വാഗ്ദത്തം കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലയിടത്ത് പല ദേശത്ത് പല ജാതികളായിരുന്ന നമ്മളെ ദൈവത്തിന്റെ മഹാകരുണയാൽ കൃപയാൽ അവന്റെ ദയാൽ അവന്റെ സ്നേഹത്താൽ അവൻ നമ്മളെ പേര് ചൊല്ലി വിളിച്ചു. പുത്രന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് സ്വന്തം മക്കളാക്കി തീർത്ത് സ്വർഗത്തിലെ ദൈവത്തെ ആബാ പിതാവി എന്ന് വിളിക്കുവാനുള്ള പുത്ര സ്വീകാര്യത്തിലെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. നല്ലവനായ ദൈവം ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് വേണ്ടതെല്ലാം നൽകി തരാതിരിക്കുമോ? ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം നൽകി തരുന്നവനായ ദൈവം, വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ നിർത്തുവാൻ തക്ക ശക്തനായ തമ്പുരാൻ, ഈ നിമിഷം വരെ നമ്മളെ പോറ്റിപ്പുലർത്തി കരുതി സൂക്ഷിച്ചവനായ ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കോഴി തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ, ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ, പ്രതികൂലത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധികളെയും നിലവിൽ നടുവിൽ നമ്മൾ തളർന്ന് വീണു പോകാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയൊരു ദൈവം, അവനെ പോലൊരു ദൈവം വേറെയില്ല. അവന് തുല്യം ചൊല്ലുവാൻ മറ്റാരുമില്ല. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ പിടിച്ചെടുക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഞാൻ ആർക്കും നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ പിതാവ് എന്നെക്കാൾ വലിയവൻ. എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തൊടുവാൻ ഒരു ദുഷ്ടനും സത്യമല്ല. ഹല്ലേലൂയ. നിന്നെ തൊടുന്നവൻ എൻ്റെ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയിലെ തൊടുന്ന ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന വേദനയോ പ്രയാസമോ ഭാരമോ എന്ത് തന്നെയായാലും അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ നിന്നെ കരം ചേർത്ത് പിടിക്കുവാൻ, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുവാൻ ശക്തനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അവനാണ് നമ്മുടെ ദൈവം, അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. അവൻ നമ്മളെ കരുതുന്ന ദൈവമാ. ഏത് പ്രയാസത്തിന്റെ നടുവിലും ഏത് ഭാരത്തിന്റെ നടുവിലും എൻ്റെ കർത്താവിനെ നോക്കി അപ്പാ എന്ന് വിളിക്കുമ്പോൾ നിന്റെ സന്നിധിയിൽ ഇറങ്ങി വരുന്ന ദൈവം, നിന്റെ സാന്നിധ്യം, അവന്റെ സാന്നിധ്യം കൊണ്ട് നിന്നെ നിറയ്ക്കുന്നവനായ ദൈവം, അവന്റെ ശക്തമായ കരങ്ങളിൽ നിന്നെ താങ്ങി നടത്തുന്നവനായ ദൈവം. എല്ലാവരും തകർന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നിന്നെ ഞാൻ പകരുവാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മളെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്തണയ്ക്കുന്നത് പോലെ നമ്മുടെ അവൻ്റെ മാറോട് ചേർത്ത് പിടിക്കും നമ്മളെ ആശ്വസിപ്പിക്കുന്നവനായ ദൈവം, സാരമില്ല എന്ന് പറയുന്നവനായ ദൈവം.
നിന്റെ ഭാരങ്ങളെല്ലാം നീ എൻ്റെ ചുമലിൽ ഇട്ടുകൊള്ളുക, ഞാനതെല്ലാം വഹിച്ചു കൊള്ളാമെന്നരുളിച്ച ദൈവം. അവനെ പോലൊരു ദൈവം വേറെയില്ല, അവനെ തുല്യ ചൊല്ലുവാൻ ആരുമില്ല. അവൻ നല്ലവനായ ദൈവമത്രേ, അവൻ മാറാത്തവനായ ദൈവമത്രേ, അവൻ ഇന്നലെയും ഇന്നും ഹല്ലേലൂയ അനന്യനായ ദൈവമത്രേ. ഹല്ലേലൂയ. ഇന്ന് ഭാരത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രയാസത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതം അവൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നിന്നെ കരം പിടിച്ച് നടത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ആ വിശ്വാസത്തോടുകൂടി നമുക്ക് അവനോട് ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എല്ലാ കരങ്ങളും ഒന്ന് ഉയർന്ന് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുഴങ്കാലിരിക്കാൻ സാധിക്കുന്നവർ മുഴങ്കാലിരുന്നു കൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ദൈവ സാന്നിധ്യം വാസ്തവമായി നീ സമർപ്പിക്കുന്ന ഈ നിമിഷത്തിൽ നിന്റെ സന്നിധിയിൽ നിന്റെ അരികത്ത് കർത്താവുണ്ട് എന്ന് നീ മറന്നു പോകരുത്. ഇന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. പരിപൂർണമായിട്ടൊന്ന് വിട്ടുകൊടുത്ത് ഒന്ന് ഏൽപ്പിച്ച് അപ്പായി ഒന്നൊന്ന് വിളിക്കാമോ? ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയരട്ടെ. എല്ലാവരും ഒരു ആരാധനയോടുകൂടി, ആരും അലസരായിരിക്കാതെ എല്ലാവരും ദൈവത്തെ ആരാധിച്ചാണ്. ഭാരമെല്ലാം താങ്ങിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ നമ്മുടെ മാറോട് ചേർത്താണ് ചേർന്ന് എല്ലാ തരങ്ങളും തുറന്ന് ഹല്ലേലൂയ. അവൻ മാറാത്തവൻ. നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും ഹൃദയത്തിന്റെ ആഴത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? വിശ്വാസത്തോടെ അവൻ നമ്മുടെ കൂടെയുണ്ട്. ഓ ഇന്നലെ ഹല്ലേലൂയ. നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും അങ്ങനെയല്ലവൻ, യേശു ഇന്നലെയും ഇന്നും അങ്ങനെയല്ലവൻ, രാവിലും പകലും ചേരുവൻ പാരം
Glory. രാവിലും പകലിലും ചേർന്നു തൻ പാലനം ഭൂമിയിലെനിക്കുള്ള വീരമാലിനില്ല കാരണം ഭൂമിയിലെനിക്കുള്ള വീരമാലിനില്ല കാരണം അപ്പാ, യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും മഞ്ഞിനല്ലവൻ യേശു ഇന്നലെയും ഇന്നും മഞ്ഞിനല്ലവൻ ഭാരമുള്ളേ നേരിടും നേരമെല്ലാം താങ്ങിടും ഭാരമുള്ളേ നേരിടും നേരമെല്ലാം താങ്ങിടും സാരമില്ലെന്നോതിടും തന്നാർവിലെന്നെ ചേർത്തിടും ആമേൻ. സാരമില്ലെന്നോതിടും തന്നാർവിലെന്നെ ചേർത്തിടും ചേർന്ന് പറയാതെ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും മഞ്ഞിനല്ലവൻ നന്ദിയോട് സ്തോത്രത്തോടെ യേശു ഓ, ഇന്നലെയും ബ, 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 ബ. വിശ്വസ്തനായ ദൈവത്തെ വിശ്വസിക്കുന്നു. അറിയാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അറിയിക്കാത്ത നന്മകളും എനിക്കേകിടും ഓ കൃപ, ദൈവത്തിന്റെ ആഴത്തിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹൃദയത്തിന്റെ ആഴത്തിൽ നന്ദിയോടെ 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 സ്തുതി പാടിടും. ഓ താങ്ക് യു ജീസസ്. ഓ നമസ്കാരം. ഹല്ലേലൂയ. അവൻ ചെയ്ത നന്മകളോർത്ത്, അവൻ ചെയ്ത ഉപകാരങ്ങളോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൻ ചെയ്ത നന്മകളോർത്ത്, അവൻ നടത്തിയ വിധങ്ങളെ ഓർത്ത്, അവൻ കരുതിയ വിധങ്ങളെ ഓർത്ത്, ഓ ജീവനോടിരിക്കുന്നത് അവന്റെ ദയാണെന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം എല്ലാവരും ഉപേക്ഷിച്ച് കൈവിട്ടു പോകുമ്പോൾ പ്രയാസത്തിന്റെ നടുവിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ മറക്കാത്തവൻ കൂടെ ഇരിക്കുന്നവൻ വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. നിന്റെ ഭാരത്തിന്റെ നടുവിൽ നിന്റെ വേദനകളുടെ നടുവില് നിന്റെ നിലവിളിയുടെ നടുവില് ഓ അവൻ മാത്രമേ കൂടെയുള്ളൂ.
ഞാൻ കരഞ്ഞിടുമ്പോൾ യേശുവേ യേശു എത്ര നല്ലവൻ. എത്ര നല്ലവനായ കർത്താവ്. യേശു, യേശു, ശബ്ദമുയർത്തി യേശു ഓ അവൻ സകലരും മതിയാധികാരം. യേശു, യേശു, യേശു ആരിലും മതിയായ വിശ്വാസത്തോടെ യേശു, യേശു, യേശു ആരിലും വലിയവൻ. അവന് തുല്യം ചൊല്ലുവാൻ ആരുമില്ല. യേശു യേശു അവനെ പോലെ മറ്റാരുമില്ല. അവന് തുല്യം ചൊല്ലുവാൻ ആരുമില്ല. യേശു, വിശ്വാസത്തോടെ സകലത്തിന്റെ ഉടയവനായ ദൈവം, സകലത്തിന് കാരണപൂർണമായ ദൈവം. ഓ ഹല്ലേലൂയ. ഓ അവന്റെ സാന്നിധ്യം നിന്റെ മധ്യത്തിൽ ഇപ്പോൾ ഇറങ്ങി വരുമ്പോ ഓ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ പേരെത്ര യേശു എന്ന് ഉറക്ക വിളിച്ചാണ്. യേശു ആരിലും വലിയവൻ. ഹല്ലേലൂയ. ആരിലും അവന് തുല്യം ചൊല്ലുവാൻ ആരുമില്ല. അവനെ പോലെ മറ്റാരുമില്ല. അവന് തുല്യം ചൊല്ലുവാൻ മറ്റാരുമില്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. അവൻ സകല സ്തുതികൾക്കും യോഗ്യനായ ദൈവം. ഏത് സാഹചര്യത്തിലും നിന്നെ കൈവിടാത്തവൻ. നിന്റെ മനമൊന്നൊരുകുമ്പോൾ, ഓ നീ വേദനയാൽ നിന്റെ ഹൃദയം ഭാരപ്പെടുമ്പോൾ, ആരുമില്ലല്ലോ എനിക്കെന്ന് നിനക്ക് തോന്നുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ നീ ഭാരപ്പെടേണ്ട. നിന്നെ കൈവിടാത്ത ഒരുവനുണ്ട്. നിന്നെ പെറ്റമ്മ നിന്നെ അറന്നാലും, ലോകം നിന്നെ തള്ളിക്കളഞ്ഞാൽ, നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ അറന്നാലും, അവരെല്ലാം നിന്നെ വെറുത്താലും, നിന്നെ വെറുക്കാത്തവൻ ഒരുവനുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവൻ, സ്വന്തം ജീവൻ മറുപടിയായി കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത കർത്താവ്. ഹല്ലേലൂയ. അവൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. നീ തകരുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നീ വീണു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. വിശ്വസ്തയോടെ എന്റെ ദൈവമേ എന്ന് ഹല്ലേലൂയ അവന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, അവന്റെ ആ മുഖത്തേക്ക് നോക്കി ആ കരങ്ങൾ ഉയർത്തുന്നുകൂടി പറയാമോ? യേശു ആരെയും വലിയവൻ, അവൻ സകലത്തിനും മതിയായവൻ. ആ കരങ്ങളൊന്നും ഉയരട്ടെ. യേശു, യേശു ആരിലും Thank you, Holy Spirit. Hallelujah. യേശു ദൈവമേ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള അപ്പാ യേശു, യേശു 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 Thank you, Jesus. യേശു ആരിലും അവന് തുലിച്ചൊല്ലുവാൻ ആരുമില്ല. അവനെ പോലെ മറ്റാരുമില്ല. അവൻ സകലത്തിലും മതിയായവൻ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആ കരങ്ങളൊന്ന് മറുപടി ചേർത്ത് പിടിച്ചു ഹൃദയത്തിൽ നിന്ന് പറയാമോ? എൻ്റെ ഏതാവശ്യത്തിനും
എൻ്റെ ഏത് പ്രശ്നത്തിനും ഹല്ലേലൂയ യേശുവേ നീ മതിയായവൻ. ഞാൻ കടന്നു പോകുന്ന ഞാൻ അനുഭവിക്കുന്ന എല്ലാത്തിനും ഒരു പരിഹാരം എനിക്കുണ്ട്. എൻ്റെ യേശു സകലത്തിനും ഒരു നാമമുണ്ട്. എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടതായി എല്ലാത്തിനും ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം ഹൃദയത്തിലൊന്ന് പറഞ്ഞാട്ടെ, ആരാധന തുറന്ന് പറഞ്ഞാട്ടെ, ഒന്ന് വിശ്വസിച്ചാട്ടെ. യേശുവേ നീ എനിക്ക് സകലത്തിനും മതിയായവനാ, നീ എനിക്ക് സകലത്തിനും മതിയായവനാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നവർ അല്പനേരം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദി പറയേണ്ടവർ നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ ഒരു ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ ആരാധന ഉയരട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ആരാധന ഉയരട്ടെ. ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ആ തീ അവിടെ ഇറങ്ങി വരുവാൻ ഹല്ലേലൂയ സ്തോത്രം. മഹത്വം അവിടെ ഇറങ്ങി വരുവാൻ യെസ് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. 2-3 പേർ അവന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് വാസ്തവമായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് കടന്നു വന്നിട്ടുണ്ട്. അവരെ മഹത്വം ഒന്ന് അറിയുവാൻ ഹല്ലേലൂയ എന്റെ പ്രവൃത്തി ഒന്ന് കാണുവാൻ വിശ്വാസത്തോടെ ഏൽപ്പിച്ചുകൂടി. താങ്ക് യു ജീസസ്. നന്ദി പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. ആരെയും ഉപേക്ഷിക്കാത്ത കൈവിടാത്തവൻ ഹല്ലേലൂയ അവൻ നല്ലനായ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമേ ഞങ്ങളുടെ സാന്നിധ്യം എല്ലാവരെയും നമ്മുടെ സാന്നിധ്യത്തിൽ നിറച്ചു എല്ലാവരെയും അനുഗ്രഹിച്ചനായി സ്തോത്രം. തുടർന്നും സഹായിക്കണം, കൂടിയിരിക്കണം. അവിടുന്ന് അങ്ങനെ തിരുവചനവുമായിട്ടിടങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, വലിയ വിടുതലുകൾ കർത്താവേ ഇന്ന് ഹല്ലേലൂയ കാണുന്നവർ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം പിതാവേ അങ്ങേക്ക് മാത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വാസ്തവമായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ തന്നെ നിങ്ങളായിരുന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് സഭാ ആരാധനയുടെ ദിവസമായകയാൽ ഹല്ലേലൂയ സാന്നിധ്യത്തിൽ നിറഞ്ഞ മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് എൻ്റെ ദൈവം ഇന്ന് എന്നോട് ഇടപെടുന്ന ദിവസം, എൻ്റെ ദൈവം എന്നെ ഇന്ന് അനുഗ്രഹിക്കുന്ന ദിവസം, എൻ്റെ അവസ്ഥകൾക്ക്, എൻ്റെ ഭാരങ്ങൾക്ക്, എൻ്റെ പ്രയാസങ്ങൾക്ക് ഹല്ലേലൂയ ഞാൻ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾക്കൊരു മാറ്റം വരുത്തുന്ന ഒരു ദിവസമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും? അവനിൽ നിങ്ങൾ വിശ്വസിച്ചാട്ടെ, അവനിൽ നിങ്ങൾ ആശ്രയിച്ചാട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാനിടയായി തീരും. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി നമുക്ക് തിരുവചന ശുശ്രൂഷയ്ക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. എല്ലാവരും വേദപുസ്തകം തുറന്നാട്ടെ, എല്ലാവരും വേദപുസ്തകം എടുത്താട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 തിരുവചനം നമുക്ക് ചേർന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനെ ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണിത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, നമുക്കറിയാം റോമലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ അവിടെ പോയിട്ടില്ല എന്നതുപോലെ തന്നെ ഇവിടെയും കൊലോസ്യയിലുള്ള വിശ്വാസികളെ അപ്പോസ്തലന് നേരിട്ട് മുഖപരിചയം ഉണ്ടായിരുന്നില്ല.
കൊലോസ്യയിൽ ദൈവത്തിന്റെ വചനം അറിയിച്ചത് എപ്പഫ്രാസ് ആണെന്ന തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൊലോസ്യ സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസം, അവിടെയുള്ളവർ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിച്ചപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ വളരെ ദുരുപദേശങ്ങൾ അവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. കൊളോസ്യ സഭയെ ബാധിച്ച ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് നോസ്റ്റിക് ഉപദേശം അഥവാ ജ്ഞാനവാദം ആ സഭയെ വളരെ ബാധിച്ച ഒരു കാലഘട്ടമായിരുന്നു ആദിമ കാലഘട്ടത്തിലെ. അത് ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ജ്ഞാനവാദികൾ എന്ന് പറയുമ്പോൾ അവർ തങ്ങളുടെ ജ്ഞാനത്തിൽ ഒത്തിരിയേറെ അവർ അഹങ്കരിച്ചിരുന്നു. അപ്പസ്തലന്മാർക്ക് ഉള്ളതിലധികം ജ്ഞാനം അവർക്കുണ്ടെന്ന് അവർ ചിന്തിച്ചിരുന്നു. അവർ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ദുരുപദേശങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പഠിപ്പീരുകളിൽ മുഴുകാതെ ഒരു മനുഷ്യന് സമാധാനം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ രക്ഷ പൂർണ്ണമായി തീരുകയില്ല, രക്ഷ ഉണ്ടാവുകയില്ല എന്ന് അവർ പഠിപ്പിച്ചിരുന്നു. ഈ ജ്ഞാനവാദികളിൽ ചിലര് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ അംഗീകരിക്കാത്തവരായിരുന്നു. അവർ പഠിപ്പിച്ചിരുന്നതെല്ലാം തന്നെ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ നിന്നും വിരുദ്ധമായി, ദൈവത്തിന്റെ പദ്ധതികളും ആലോചനകളിൽ നിന്നും വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ അവർ പഠിപ്പിച്ചിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊളോസ്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ദുരുദ്ദേശങ്ങളെ മുഴുവൻ ഖണ്ഡിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായ നിലയില് ദൈവപുത്രന്റെ ആളത്വത്തെയും വീണ്ടെടുപ്പ് വേലയെയും കുറിച്ച് വളരെ വ്യക്തമായി ഈ കൊളോസ്യ ലേഖനത്തിൽ വിവരിച്ചുകൊണ്ട് വിശ്വാസികളെ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണം ദൈവജനത്തിന് ആധാരമായി ഉറച്ചു നിൽക്കണം, ക്രിസ്തു ഉറച്ചു നിൽക്കണമെന്ന പ്രബോധനം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസികളുടെ ജ്ഞാനം എന്ന് പറയുന്നത്, പരിജ്ഞാനം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിലാണ്. ആ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളെല്ലാം ക്രിസ്തുവിലാകയാൽ ദുരുപദേശകർ പഠിപ്പിക്കുന്ന ജ്ഞാനവാദികളുടെ, എന്നാൽ ദുരുപദേശകരായ ജ്ഞാനവാദികളുടെ പഠിപ്പിക്കലല്ല, ക്രിസ്തുവിലാണ് ഒരു വിശ്വാസിയുടെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ പൂർണ്ണമായിരിക്കുന്നതെന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് വശീകരണ വാക്കുകൾ കൊണ്ട് പലരും കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിരോധമായിട്ട് അല്ലെങ്കിൽ ഉപദേശത്തിന് അനുസരണമല്ലാത്തതായിട്ടുള്ള വശീകരണ വാക്കുകൾ കൊണ്ട് കടന്നു വരുന്ന ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് വിശ്വാസികൾക്ക് ഈ ലേഖനത്തിലൂടെ അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ അവിടെയുള്ള വിശ്വാസികൾക്ക് ക്രിസ്തുവിലുള്ള ആ വിശ്വാസം അത് ഉറപ്പുള്ളതാണ്, അത് സ്ഥിരതയുള്ളതാണ് എന്ന് കണ്ട് അപ്പോസ്തലൻ സന്തോഷിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. നമുക്കൊന്ന് വായിക്കാം 2:5. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശരീരം കൊണ്ട് ഞാൻ ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്ത്, നിങ്ങൾ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ക്രമവും നിങ്ങളുടെ സ്ഥിരതയും അത് ഞാൻ കണ്ട് സന്തോഷിക്കുന്നു, അത് ഞാൻ അറിയുന്നു. കൊളോസ്യ വിശ്വാസികൾ ഒത്തിരിയേറെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്നും എല്ലാം മനസ്സിലാക്കി അതിൻ്റെ എല്ലാം നടുവിൽ അവർ ഉറച്ചു നിൽക്കുന്നതായി അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിൽ അവർ ഉറച്ചു നിൽക്കുന്നു. സ്തോത്രം. തിരുവചനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. മറ്റുപദേശങ്ങളിലല്ല, മറ്റു പാരമ്പര്യങ്ങളിലല്ല, മറ്റൊന്നിലുമല്ല,
ക്രിസ്തുവിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ആ ഉറച്ചു നിൽക്കുന്ന നിലപാടുകളെ അപ്പസ്തോലൻ സന്തോഷിക്കുകയാണ്. ഇവിടെ രണ്ട് പദങ്ങൾ നമുക്കിവിടെ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് സ്ഥിരത എന്ന ഒരു പദവും ക്രമവും എന്ന ഒരു പദവും. ഈ രണ്ട് വാക്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്തോത്രം, ഒരു സൈന്യത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ബന്ധത്തിൽ വരുന്ന രണ്ട് പ്രയോഗങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത് ഉറച്ചു നിൽക്കുക. സ്ഥിരത എന്ന് പറയുമ്പോൾ ഒരു പ്രതിരോധത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു ക്രമം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്തോത്രം, അത് ഒരു സൈന്യത്തിൻ്റെ അടുക്കും ചിട്ടയും അവരുടെ അനുസരണവും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൽ അവർ ഭയപ്പെടാതെ, പ്രതിസന്ധികളിൽ ഭയപ്പെടാതെ അവർ ഉറച്ചു നിൽക്കുകയും. എങ്ങനെ ഉറച്ചു നിൽക്കുന്നു? അത് അവർക്കൊരു ക്രമമുണ്ട്. എന്താണ് ക്രമം? ദൈവത്തിന്റെ വിശുദ്ധ വചനം. ദൈവത്തിന്റെ വചനം വിട്ടിട്ടല്ല, ഉപദേശം വിട്ടിട്ടല്ല, അവർക്ക് സ്തോത്രം അതിൽ തന്നെ ക്രിസ്തുവിന്റെ വചനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അത് സ്ഥിരതയോടെ നിൽക്കുന്നു. അപ്പോൾ കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് അവരുടെ വചനത്തിലുള്ള ഉറപ്പും സ്തോത്രം അവരുടെ രീതിയും വചനത്തിനോടുള്ള അനുസരണവും അതെല്ലാം കണ്ട് ആ അപ്പസ്തോലൻ സന്തോഷിക്കുകയാണ്. ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ ഉറച്ച നിലപാടിൽ തന്നെ നിങ്ങൾ തുടർന്ന് പോകണമെന്നുള്ള ഒരു ആഹ്വാനമാണ് അപ്പസ്തോലൻ കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. പ്രൈസ് ലോർഡ്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, ഈ സാഹചര്യങ്ങളിലും ഈ പ്രതികൂലങ്ങളിലും എല്ലാത്തിലും നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, ദുരുപദേശകർ കടന്നു വരുമ്പോൾ, ജ്ഞാനവാദികൾ കടന്നു വരുമ്പോൾ, പല പല പ്രതികൂലങ്ങൾ ആദിമസഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, പുതുവിശ്വാസികൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ ഉറച്ചിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ക്രമവും സ്ഥിരതയും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്നതുപോലെ ഇവിടെ പറയാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ തുടർന്നും നടക്കണം. നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. ഇവിടെ അപ്സലോൻ പറയുന്നു, നോക്കിയേ, ആരംഭത്തിൽ എന്ന പോലെ, അത് അർത്ഥമാക്കുന്ന ഇതാണ്, ആരംഭത്തിൽ എന്ന പോലെ വിശ്വാസത്തിൽ നിങ്ങൾ തുടർന്നു പോകണം. നിങ്ങൾ എങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നോ, ആ വിശ്വാസത്തിൽ കടന്നു വന്ന ആ സാഹചര്യത്തിൽ, ആ തുടക്കത്തിൽ എന്ന പോലെ നിങ്ങൾ മുന്നോട്ട് പോകണം. സ്തോത്രം. അപ്പോൾ ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ, അപ്പോൾ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് പോലെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ ക്രിസ്തുവിന്റെ വചനം കേട്ട് വിശ്വസിച്ച് ക്രിസ്തുവിലായി തീർന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആവേശമുണ്ടായിരുന്നു, നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു, നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു തീഷ്ണത ഉണ്ടായിരുന്നു. അതേ തീഷ്ണതയിൽ, അതേ വിശ്വാസത്തിൽ, അതേ ഉറപ്പ് സ്ഥിരതയിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരണം. അതിൽ നിന്ന് ഒട്ടും കുറയുവാനല്ല അപ്പോസ്തലൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അനുദിനം അത് വർദ്ധിച്ചു വരണം, അത് കൂടി വരണം. അതിൽ എന്നാണ് അങ്ങനെ നിങ്ങൾ അതിൽ വളർന്ന് നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരണമെന്നാണ് സ്തോത്രം അപ്പോസ്തലൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ആറാം വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടതുപോലെ. എങ്ങനെയാണ് അവർ യേശുവിനെ കൈക്കൊണ്ടത്? എങ്ങനെയാണ് അവർക്ക് കൂട്ടായ്മയിൽ നടക്കുവാൻ സാധിക്കുന്നത്? അപ്പോൾ അവർ യേശുവിനെ കൈക്കൊണ്ടു. ഞാനും യേശുവിനെ എങ്ങനെയാ കൈക്കൊള്ളാനിടയായത്? നമ്മൾ യേശുവിനെ കുറിച്ച് കേട്ടു. ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു. ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കി. അത് ഗ്രഹിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നു. അപ്പോൾ അവർ സുവിശേഷം കേട്ടു. അപ്പൊ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ, ഹല്ലേലൂയ, ആ സത്യവചനത്തിന് അതിന്റെ മർമ്മം, ആ സത്യം എന്താണെന്ന് അവർ ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് മാത്രമല്ല, ആ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന വലിയ പ്രത്യാശയെ കുറിച്ച് അവർ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചു.
ഹല്ലേലൂയ. അവർ നശിച്ചു പോകേണ്ടവരായിരുന്ന, എന്ന് പറഞ്ഞ നിത്യനരകത്തിൽ പോകേണ്ടിയിരുന്ന അവർ നിത്യനരകത്തിൽ പോകാതെ വണ്ണം സ്വർഗത്തിൽ ഒരു ഭവനം ഒരു നിത്യത അവർക്കുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അത് ക്രിസ്തുവിനോട് കൂടെ നിത്യമായി, ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും നിത്യമായി വാഴുവാനുള്ള ഒരു ദൈവിക പദ്ധതിയെ കുറിച്ച് വചനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് തീർന്നു പോയിട്ടുള്ള ഉയർത്തെഴുന്നിട്ട് പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നുവെന്നും ഇനി നമ്മളെ വീണ്ടും ചേർക്കുവാൻ കടന്നു വരും എന്നുള്ളൊരു പ്രത്യാശ, ആ ഉറപ്പ് അവർക്ക് തിരുവചനത്തിലൂടെ ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ അവർ ആ സുവിശേഷം കേട്ട് വിശ്വസിച്ചു. കുറിച്ച് ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി അത് രേഖപ്പെടുത്തി നമുക്ക് വായിക്കാം. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പോൾ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഓരോ വിശ്വാസിക്കും വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രത്യാശയെ കുറിച്ച് അവർ കേട്ടു, അവർ വിശ്വസിച്ചു. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങളുടെ അടുക്കലും ആ സുവിശേഷം എത്തി. സ്തോത്രം. ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ സുവിശേഷം കേട്ടു, നിങ്ങൾ വിശ്വസിച്ചു, പ്രത്യാശയെ കുറിച്ച് നിങ്ങൾ കേട്ടു. സകല ലോകത്തിലും എന്ന പോലെ എല്ലായിടത്തും ദൈവവചനം അറിയിക്കപ്പെട്ടതുപോലെ അത് നിങ്ങളുടെ അരികിലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ശ്രദ്ധിക്കണമേ, ആ പദങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു വലിയ കൃപ, സ്തോത്രം എന്ന് പറഞ്ഞാൽ പണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനത്തിന് മാത്രം ലഭിച്ചിരുന്ന പദവികള്, സ്തോത്രം, അതിലുപരിയായ പദവി ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവമക്കൾ എന്നുള്ള പദവി, പിതാവിന്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ നമുക്ക് അനുവാദം ലഭിക്കത്തക്കവണ്ണമുള്ള ദൈവകൃപ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനെയും ദൈവമക്കളാക്കി തീർക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപ, ദൈവത്തിന്റെ വലിയ പദ്ധതി, കരുണ, ഏത് പാപിക്കും എടുത്തു ചെല്ലുവാൻ കഴിയുന്ന ആ ദൈവകൃപയെ കുറിച്ച് നിങ്ങൾ കേട്ടറിഞ്ഞു. അത് എല്ലാവർക്കും, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനുമുള്ളതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് യഥാർത്ഥമായി, അത് വാസ്തവമായി, സത്യമായി സുവിശേഷിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങൾ കേട്ടു, അറിഞ്ഞു, നിങ്ങൾ അതിൽ വിശ്വസിച്ചു. അന്ന് മുതൽ, ആ നാൾ മുതൽ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്നും നമ്മൾ എന്നെ കേൾക്കുന്നവർ മറന്നു പോകാതിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവരുണ്ട്, വിശ്വാസത്തിലുണ്ട്, അല്ലാത്തവരും ഹല്ലേലൂയ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ഈ ദൈവകൃപ പലവട്ടം കേട്ടിട്ടും ഇന്നും മറുതലിച്ച് നിൽക്കുന്ന, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇത് വലിയ ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഈ കൃപ എന്ന് പറയുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ വരവ് വരെയുള്ളൂ. സ്തോത്രം. ഈ കൃപാകാലമാകയാൽ എൻ്റെ കർത്താവെ, ഞാൻ പാപി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏത് സമയത്ത്, ഈ സമയത്ത് നിങ്ങളൊന്ന് മുഴക്കാലം അടക്കുമെങ്കിൽ, സ്തോത്രം, ഈ കൃപ ലഭിക്കാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവനിലേക്കും ഈ കൃപ ഇറങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഈ സ്വർഗ്ഗത്തിലെ ദൈവത്തെ ഇന്ന്, സ്തോത്രം, പിതാവ് എന്ന് വിളിക്കുവാനുള്ള ആ അവകാശം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, സ്തോത്രം, അതിനുവേണ്ടി നീ മറ്റൊന്നും ചെയ്യേണ്ട, വലിയ യാഗങ്ങൾ ചെയ്യേണ്ട, സ്തോത്രം, ഹല്ലേലൂയ, നീ പൈസകളൊന്നും മുടക്കേണ്ട, പൂജാവിധികൾ ചെയ്യേണ്ട കാര്യമില്ല, നേർച്ച കാഴ്ചകൾ കഴിക്കേണ്ട കാര്യമില്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഇത് കൃപാകാലമാ. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ, കർത്താവേ, ഞാൻ പാപിയെന്ന് ഏറ്റു പറഞ്ഞ്, ഹല്ലേലൂയ, എനിക്കും വേണ്ടി കൂടിയാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിച്ച്, ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ നിന്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമെങ്കിൽ
ഈ ദൈവകൃപയിലേക്ക് നിനക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. ആ സ്വർഗത്തിൽ ഒരു പാപിയുടെ മാനസാന്തരത്തെ കുറിച്ച് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു. സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവുകയാ. സ്തോത്രം. സ്വർഗം നിന്നെ അംഗീകരിക്കുകയാ. സ്തോത്രം. നീയും ഹല്ലേലൂയ ഇന്ന് മുതൽ ദൈവത്തിന്റെ മകനത്രേ മകളത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വരെയും ഈ കൃപയിലേക്ക് കടന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ നിങ്ങളുടെ ദൈവസ്നേഹത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ ഏത് ദേശക്കാരായിക്കോട്ടെ, ഭാഷക്കാരായിക്കോട്ടെ, കർത്താവിന്റെ വിശുദ്ധ വചനം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തില് നമ്മൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. കുഞ്ഞാൾ അറക്കപ്പെട്ടു, അവന്റെ രക്തത്താൽ സകല ഭാഷക്കാരെയും, സകല ഗോത്രക്കാരെയും, ഭാഷക്കാരെയും, ഹല്ലേലൂയ ജാതിയിൽ നിന്നുള്ളവരെയും, ഹല്ലേലൂയ പിതാവിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ന്റെ 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് പുതിയ പാട്ട് അവർ പാടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് വംശത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് ഭാഷയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും യേശു തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. എല്ലാവർക്കും കടന്നു വരുവാൻ, സ്തോത്രം. ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ മക്കളാക്കി, അവരെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് ഭാഷക്കാരായാലും, ഏത് ജാതിക്കാരും, ഏത് ഗോത്രക്കാരും, ഇന്ന് പല ഗോത്രങ്ങളെയും പലരും മാറ്റി നിർത്തുമ്പോൾ യേശു ഒരുവനെയും മാറ്റി നിർത്തിയിട്ടില്ല. ചിലരെ ഹല്ലേലൂയ നീ നിന്ദിതനാണ്, നീ താഴ്ന്നവനാണ് എന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തുമ്പോൾ യേശു പറയും, എല്ലാ ഗോത്രത്തിലുള്ളവരെയും, എല്ലാ ജാതിയിലുള്ളവരെയും, എല്ലാ ഭാഷയിലുള്ളവരെയും, എല്ലാ വംശങ്ങളിലുള്ളവരെയും പിതാവിന് വേണ്ടി സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ഈ സ്നേഹത്തിന് മുമ്പിൽ നിന്റെ മുട്ടുകൾ മടിക്കുക, കരങ്ങൾ ഉയർത്തി നിന്റെ ഹൃദയത്തിൽ വിശ്വസിന്ന് പറയുമെങ്കിൽ, ദൈവമക്കളെ, ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ മകളാ നീ മാറുകയാ. ഹല്ലേലൂയ. നീ വിലപ്പെട്ടവനായി മാറുകയാ. നിന്നെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കില്ല. ഹല്ലേലൂയ. നിന്നെ തൊടുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ. നിനക്കൊരു വലിയ പദവി ലഭിക്കുകയാ. സ്വർഗത്തിൽ നിനക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. നീ പ്രത്യാശയിലേക്ക്, ഹല്ലേലൂയ, നിനക്കും കടന്നു വരുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ വരവേറ്റം എടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനിയും താമസിക്കല്ലേ. കേട്ടിട്ടും ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കാതെ പ്രിയ ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. അങ്ങനെ സർവ്വലോകത്തിലും ഈ സുവിശേഷം അറിയിച്ചപ്പോൾ കൊളോസ്യയിലും ഇതെത്തുവാനായി ഇടയായി തീർന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു? അവർ അത് അറിഞ്ഞ നാൾ മുതൽ, സ്തോത്രം, അവരുടെ ഇടയിൽ, സ്തോത്രം, അവർ വിശ്വസിച്ചു. സർവ്വലോകത്തിലും അത് ഫലം കായ്ക്കുന്നത് പോലെ നിങ്ങളുടെ ഇടയിലും അത് ഫലം കായ്ക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഫലം കായ്ക്കുക മാത്രമല്ല, ഇവിടെ അത് വർദ്ധിച്ചു വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൽക്കുന്നിടത്ത് നിൽക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, സ്തോത്രം. അത് ഫലം കായ്ച്ചു വർദ്ധിച്ചു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, കഴിഞ്ഞു, ഇനി എനിക്ക് സ്വർഗം അവകാശമാണ്, ഞാൻ ഇവിടെ നിന്നോളാം, ഇങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കടന്നുകൂടാമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ ഫലം കായ്ക്കുവാനിടയായി തീരണം. നീ വർദ്ധിച്ചു വരുവാൻ, നാൾ തോറും അത് വർദ്ധിച്ചു വരുവാനായിട്ടിടയായി തീരണം. രക്ഷിക്കപ്പെട്ടപ്പോൾ നിനക്കുണ്ടായിരുന്ന, സ്തോത്രം, അതേ ആവേശത്തിൽ നിൽക്കാനല്ല ഈ പറയുന്നത്. അതേ ആവേശത്തിൽ നിന്ന് വളർന്നു വരുവാൻ, പുറകോട്ട് പോകുവാനുമല്ല, മുന്നോട്ട് പോകുവാനാണ് പറയുന്നത്. സ്തോത്രം. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഈ നാളുകളിൽ
ആ സ്നേഹം, ആ വിശ്വാസം, ആ തീഷ്ണത കുറഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട്, കൂടുന്നതായിട്ടല്ല കാണുവാൻ സാധിക്കുന്നത്, മറിച്ച് അനുദിനം കുറഞ്ഞു പോകുന്നതായിട്ട് കാണുവാനാണ് സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു സഭയ്ക്കുള്ള ദൂത് പറയുമ്പോൾ പറയുന്നുണ്ട്, ഹല്ലേലൂയ, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറവാനുണ്ട്, നിന്റെ പ്രവൃത്തി ഒക്കെ നല്ലതാ, സ്തോത്രം, എങ്കിലും എനിക്ക് നിന്നെക്കുറിച്ചൊരു കുറ്റം പറവാനുണ്ട്. എന്താണ് ആ കുറ്റം? വായിക്കാൻ നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ശ്രദ്ധിക്കണം ഈ വാക്കുകൾ. കർത്താവ് പറയുകയാണ്, എഫെസസിലെ സഭയോട് പറയുകയാണ്, നീ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരല്ലാത്തവർ, കപട അപ്പസ്തോലന്മാർ കടന്നു വരുന്നവരെ അവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും കർത്താവ് യേശുവിന്റെ നാമത്തെ പ്രതി നീ സഹിച്ചതും ക്ഷീണിച്ചു പോകാത്തതും എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ക്വാളിറ്റിയുള്ള ഒരു സഭയെക്കുറിച്ച്, എഫെസസ് സഭയെക്കുറിച്ച് ദൂത് പറഞ്ഞിട്ട് പറയണം. ഇതെല്ലാം ക്വാളിറ്റികൾ പറഞ്ഞിട്ട്, ഇത്രയേറെ ക്വാളിറ്റിയുള്ള ഒരു സഭയെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഒരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നിനക്കിതെല്ലാം ഉണ്ട്, ഒത്തിരി ക്വാളിറ്റികൾ ഉള്ളതാ, നീ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നവനാ, നീ ഒത്തിരി തീഷ്ണതയുള്ളവനാ, സോദരൻ, നിന്റെ തീഷ്ണതയ്ക്ക് ഒട്ടും പല കാര്യങ്ങളിലും നീ ഇടപെടുന്നതാ, സഭയ്ക്ക് വേണ്ടി നീ പലതും ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. നീ കള്ള അപ്പസ്തലന്മാരെ നീ അംഗീകരിക്കുന്നില്ല, അതെല്ലാം നീ സൂക്ഷ്മതയോടെ എല്ലാം തിരിച്ചറിഞ്ഞ് വിവേചിച്ച് അവരെ മാറ്റി നിർത്തുന്നെല്ലാം ഞാൻ അറിയുന്നു, എല്ലാം കാണുന്നു. പക്ഷെ ഒരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. എന്താണ്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണമേ, ഇവിടെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി എന്നൊരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. നീ എവിടെ നിന്ന് വീണുപോയി, ഏതിൽ നിന്ന് വീണുപോയി, നീ അതോർക്കണം. നീ മാനസാന്തരപ്പെടണം, നീ മടങ്ങി വരണം. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് ചിന്തിക്കുക, യേശുവിന്റെ വരവെടുക്കുകയാണ്. നിനക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം ഇപ്പോഴുണ്ടോ? ആ ആദ്യം കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ആരാധനയ്ക്ക് പോകുവാൻ, ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ, ദൈവിക കാര്യങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ടായിരുന്ന തീഷ്ണത, ആത്മാർത്ഥത, പലതും ചെയ്യുന്നുണ്ട്, യാന്ത്രികമായി ചെയ്യുന്ന പലരുമുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സ്തോത്രം, അങ്ങനെ ആയിരിക്കാനല്ല ഞാൻ പറയുന്നത്. നീ ആത്മാർത്ഥമായി ചെയ്തൊരു സമയമുണ്ട് നിനക്ക്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലുള്ള സ്നേഹം, നന്ദി നിനക്കുന്നുണ്ടോ? ആ തീഷ്ണതയുണ്ടോ? ദൈവത്തോടുള്ള സ്നേഹം, എന്നെ പിടിപ്പിച്ച എൻ്റെ ദൈവത്തോടുള്ള നന്ദി. അതോ ഇന്ന് പലതും നേടിയപ്പോൾ കഷ്ടതയും ക്ലേശത്തിന്റെ നടുവിൽ നിന്നെ കർത്താവ് കരം പിടിച്ച് അവിടെ നിന്ന് ആ ചെളിക്കുണ്ടിൽ നിന്ന് ഉയർത്തി, നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞെടുത്ത് ഉയർത്തി നിന്നെ മാനപാത്രമാക്കി, നിന്നെ സ്വർഗത്തിലെ ദൈവം നിന്നെ സകല സമൃദ്ധിയാലും അനുഗ്രഹിച്ചപ്പോൾ, നിനക്ക് വേണ്ടതെല്ലാം നീ ചോദിച്ചതെല്ലാം നിനക്ക് തന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് നീ അതിൽ അഹങ്കരിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തില് ഇതൊരു ഹല്ലേലൂയ ഒരു ചടങ്ങായി മാത്രം നിന്റെ ജീവിതത്തിൽ മാറുകയാണോ? കർത്താവ് പറയുന്നു, നീ ഏതിൽ നിന്ന് വീണു എന്ന് നീ ഓർക്കണം. നീ മാനസാന്തരപ്പെടണം, മടങ്ങി വരണം ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ തീഷ്ണതയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക്. ഹല്ലേലൂയ, മടങ്ങി വരുവാനിടയാകണം. അല്ലെങ്കിൽ ഹല്ലേലൂയ, ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ വീണ്ടും നിങ്ങളോട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുക, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? വാസ്തവമായി നിനക്ക് ആദ്യകാലം നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് താരധാരിയായിട്ട് കണ്ണുനീർ വാഴ്ന്ന ഹൃദയം തേങ്ങുമായിരുന്നു.
യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിയിൽ തന്നെ ഒരു സ്നേഹം നിനക്ക് വെളിപ്പെടുമായിരുന്നു. ഇന്ന് ഹല്ലേലൂയ, നിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർത്തുള്ളി പോലും വീഴുന്നില്ല. നിന്റെ ഹൃദയം തേങ്ങുന്നില്ല. ആ സ്നേഹം നിന്നിൽ നിന്ന് വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. വാസ്തവമായി നിങ്ങളോട് പറയട്ടെ, ആ സ്നേഹത്തിലേക്ക്, ആ തീഷ്ണതയിലേക്ക് മടങ്ങി വരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തന്നതിലേക്കല്ല, തന്നവനിലേക്ക് നോക്കുവാൻ, ഹൃദയങ്ങൾ അവനിലേക്ക് ഉയർത്തുവാൻ ഇത്ര പേർക്കെന്ന് സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകട്ടെ. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നിങ്ങളന്ന് കൈക്കൊണ്ട് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. അനുദിനം നിങ്ങൾ വളർന്നു വരണം. അവൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, രക്ഷയ്ക്കും മാത്രമല്ല സകല സമ്പൂർണതയും ക്രിസ്തുവിലാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ വേണ്ടുന്നതായതെല്ലാം സകലതും ക്രിസ്തുവിലുണ്ട്. ക്രിസ്തു അതിനെല്ലാം മതിയായവൻ എന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു. പൂർണ്ണമായി നമ്മൾ നിന്റെ കർത്തൃത്വം ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തെ പകൽക്കാലം അതിനായി മാറട്ടെ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ഹല്ലേലൂയ അവന്റെ കൂട്ടായ്മ നടന്നു. സ്തോത്രം. നടക്കുക എന്നൊരു പദം, നിങ്ങൾ നടക്കണം, അല്ലെങ്കിൽ നടപ്പിൻ എന്നൊരു പദം എന്ന് പറയുമ്പോൾ സ്തോത്രം നിങ്ങൾ മനസ്സിലാക്കണമേ, നടക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം വാസ്തവത്തിൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ആ പദം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിടത്ത് നിൽക്കുവാൻ സാധ്യമല്ല. നടക്കുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നടക്കും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ നടക്കുവാൻ തുടങ്ങിയാൽ എന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ മുന്നോട്ടുള്ള വഴിയിൽ മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. എന്ന് പറഞ്ഞാൽ നീ വിശ്വാസത്തിൽ നീ വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഏത് വിശ്വാസത്തിൽ ഏത് കൂട്ടായ്മയിൽ കടന്നു വന്നോ അവിടെ നിന്ന് അടുത്ത കൂട്ടായ്മ ചാടി അടുത്ത കൂട്ടായ്മ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ആ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം, നിന്റെ വിശ്വാസ ജീവിതത്തെ, ആത്മീയ ജീവിതത്തിന്റെ നിലവാരത്തെ സംബന്ധിച്ചിടത്തോളം നിനക്കൊരു നടപ്പ് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നിനക്കുണ്ടായിരുന്ന നീ നിന്നിരുന്ന ലെവലിൽ ഒരു ശിശുവായി തന്നെ നീ ഇരിക്കാതെ നീ വചനമാകുന്ന പാല് കുടിച്ച് വളരണം. എന്ന് പറഞ്ഞാൽ നീ മുന്നോട്ട് വളർന്നുകൊണ്ടേയിരിക്കണം. നീ ക്രിസ്തുവാകുന്ന തലയോളം നീ വളർന്നുകൊണ്ടേയിരിക്കണം. ഒരു നടപ്പ് എന്ന് പറയുന്നത് പോലെ സ്തോത്രം മുന്നോട്ടുള്ള, പുറകോട്ടല്ല നടക്കേണ്ടത്, മുന്നോട്ട് നടക്കണം. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിൽ അവൻ നടക്കുന്നവനായിരിക്കണം. ആത്മീയത വർധനയിൽ നടക്കുന്നവനായിരിക്കണം. പിന്മാറ്റത്തിലേക്ക് നടക്കുന്നവനല്ല, മുന്നോട്ട് നടക്കുന്നവനായിരിക്കണം. അത് നടക്കണമെങ്കിൽ നീ ഒറ്റയ്ക്കല്ല നടക്കുന്നത്, നീ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നത്? ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നത് അവന്റെ വചനമനുസരിച്ച് നടക്കുവാനായിട്ടിടയായി തീരണം. അവന്റെ വചനത്തിൽ നടക്കുവാൻ, അവന്റെ കൽപ്പനകളിൽ നടക്കുവാനായിട്ടിടയായി തീരണം. അവന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നു വരുവാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ വേണം നമ്മൾ നടക്കുവാനായിട്ട്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെണ്ണം നടന്ന്, കർത്താവിന് യോഗ്യമാമണ്ണം നടക്കണം. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. ശ്രദ്ധിക്കണമേ ഈ വാക്യങ്ങൾ. ഹല്ലേലൂയ. എല്ലാം വിശദീകരിക്കാൻ ഇന്ന് സമയമെടുക്കുന്നില്ല. നിങ്ങൾ
കർത്താവിന് യോഗ്യമാമണ്ണം നടക്കണം. സകല ജ്ഞാനത്തിലും വിവേകത്തിലും നടക്കണം. ആത്മീകമായ സകല ജ്ഞാനത്തിലും, ലോകത്തിന്റെ ജ്ഞാനമല്ല, ആത്മീകമായ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കണം. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ വചനവും അനുശാസിക്കുന്നതാണ്. സകല സൽപ്രവൃത്തികളിലും നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാണ് ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരണം. പല പഠിപ്പിലും ഉപദേശങ്ങളിലും ഒന്നുമല്ല, പാരമ്പര്യങ്ങളും ഒന്നും അല്ല വളർന്നു വരേണ്ടത്. ദൈവവചനത്തിൽ, ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനത്തിൽ ആത്മാവ് നയിക്കുന്നത് പോലെ വളർന്നു വരുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രധാനമായും ഒന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ഒന്ന് മുന്നോട്ട് വളർന്നു വരുന്ന ഒരവസ്ഥ. വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവിടെ തന്നെ നിൽക്കുകയല്ല, ഒന്നുകിൽ വളർന്നു വരണം. അല്ലെങ്കിൽ നിൽക്കുന്ന സ്തോത്രം അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും മുന്നോട്ട് പോകുകയല്ല ചെയ്യുന്നത്, അവൻ പിന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. ഒന്നെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട്. രണ്ട് കാര്യങ്ങളെ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം, പിന്നിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അത് തനിയെ പൊക്കോളും, നാം പോലും അറിയാതെ തനിയെ പൊക്കോളും. ഞാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നാൽ തന്നെ പൊക്കോളും. പിന്നോട് പോയി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ പിന്നോട്ട് വീണു എന്ന്. സ്തോത്രമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും എന്തായിരിക്കണം? മുന്നോട്ട് നടക്കണം. മുന്നോട്ട് നടക്കണമെങ്കിൽ പറയുന്നു, അവനിൽ നമ്മൾ വേരൂന്നണം. രണ്ടാമത്തെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നു, ഒരു വിശ്വാസി ക്രിസ്തുവിൽ വേരൂന്നണം. കൊളോസ്യർ 2:7. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തുവിൽ അവനിൽ വേരൂന്നണം. സ്തോത്രം. ആ പദപ്രയോഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരുടെ വേരൂന്ന്? ക്രിസ്തുവിൽ, അവനിൽ വേരൂന്നണം. വളരെ വ്യക്തമായിട്ട് അവനിൽ വേരൂന്നണം. ഇവിടെ ആ വേരൂന്നുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു കൃഷിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്. നമുക്ക് ഒരു ഉദാഹരണമാണ് അപ്പസ്തോലൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം ഒരു മണ്ണിൽ നല്ലൊരു മണ്ണിൽ നടപ്പെട്ട ഒരു ചെടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മരത്തെക്കുറിച്ചോ സ്തോത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ചെടി അവിടെ നടപ്പെടുമ്പോൾ, ആ ചെടി അങ്ങനെ മരം അത് ആ മണ്ണിൽ നടപ്പെടുമ്പോൾ, ആ മണ്ണിൽ നിന്ന് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളവും പോഷകങ്ങളും വളവും എല്ലാം വലിച്ചെടുത്ത് അത് വളർന്നു വരുന്നത് പോലെ, സ്തോത്രം, ഒരു ക്രിസ്തുവിൽ നടപ്പെട്ട ഒരു വിശ്വാസി ക്രിസ്തുവിൽ നിന്ന് വേണം അവൻ ആവശ്യമായിട്ടുള്ള ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ള സകലവും വലിച്ചെടുക്കേണ്ടത്. ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്നായിരിക്കണം, ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിൽ നിന്നായിരിക്കണം അവൻ പ്രാപിക്കേണ്ടത്. അല്ലാതെ ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്നും, ലോകത്തിന്റെ ദുരുപദേശങ്ങളിൽ നിന്നും, ദൈവവചന വിരുദ്ധമായ ഉപദേശങ്ങളിൽ നിന്നും, പഠിപ്പീരുകളിൽ നിന്നും, വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ നിന്നും അല്ല ഒരു വിശ്വാസി വളർന്നിട്ടുണ്ട്. ക്രിസ്തുവിൽ നടപ്പെട്ട ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി ക്രിസ്തുവിൽ നിന്ന് ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം വലിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വലിച്ചെടുത്തവൻ വളരണം. സ്തോത്രം. അങ്ങനെ ജീവനും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് ഇടയായി തീരണം. ആത്മീയ പോഷണം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്. സോ അതിനെന്ത് വേണം? ആഴത്തിൽ വേറിറങ്ങാം. സ്തോത്രം. ഇവിടെ ഒത്തിരി വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. അതിനായിട്ട് സമയം എടുക്കുവാൻ സാധ്യമല്ല. സ്തോത്രം. ഏതാനും ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയേണ്ടതുള്ളൂ. ഞാൻ വേഗത്തിൽ പോവുകയാണ്. സ്തോത്രം. എന്തിനാ ആഴത്തിൽ വേരൂന്നണം എന്ന് പറയുന്നത്? ഒരു ആഴത്തിൽ വേരൂന്നാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, സ്തോത്രം, പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഇടറിപ്പോകുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
സ്തോത്രം. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് ഒരു വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വിതയ്ക്കപ്പെട്ട വിത്തുകൾ 4 ഇടങ്ങളിൽ വീഴുവാനായിട്ടിടയായി തീർന്നു. അതിൽ 4 ഇടങ്ങളിൽ വിതയ്ക്കപ്പെട്ട വിത്തിൽ ഒരു കൂട്ടം മാത്രമേ ദൈവം ആഗ്രഹിച്ചതുപോലെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. വായിക്കാം. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവുകൾ വന്ന് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്തേറെ മണില്ലാത്തടത്ത് വീണു. മണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂടുതട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. ഇവിടെ പറയുകയാണ്, ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു. വിത്തുമായി പുറപ്പെട്ടപ്പോൾ വിതച്ചപ്പോൾ 4 ഇടങ്ങളിൽ വീണു. അത് ആ ഭാഗം വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. സ്തോത്രം. അത് ചിലത് വഴിയരികിൽ വീണു. നമുക്ക് ആ വഴിയരികിൽ വീണത് എന്താ സംഭവിച്ച? പറവകൾ വന്നത് എടുത്തുകൊണ്ടുപോയി തിന്നുകളയുവാനിടയായി. 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. ശ്രദ്ധിക്കണമേ ആ വാക്കുകൾ. മണ്ണിന് താഴ്ചയില്ലാത്തതിനാൽ, സ്തോത്രം, അതിന്റെ വേറെ ഇറങ്ങിച്ചെന്ന് ആഴത്തിലേക്ക് പോകുവാൻ താഴ്ചയില്ലാത്തതിനാൽ, പാറപ്പുറമായതിനാൽ അല്പം മണ്ണ് മാത്രമുള്ളതിനാൽ, സ്തോത്രം, അതിനെ ഇറങ്ങിപ്പോകുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിന് വേണ്ടത്ര പോഷകങ്ങൾ വലിച്ചെടുക്കുവാനായി സാധിച്ചില്ല, അല്ലെങ്കിൽ അതിന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. അതിൻ്റെ സൂര്യന്റെ ചൂട് തട്ടിയപ്പോൾ, സ്തോത്രം, അത് ഇല്ലായാൽ വേറിറങ്ങുവാൻ സാധിക്കാത്തതിനാൽ അത് ഉണങ്ങിപ്പോകുവാനായിട്ടിടയായി തീർന്നു. കർത്താവ് യേശു ക്രിസ്തു 20-21 വാക്യങ്ങൾ അതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊന്ന് വായിക്കാം. നമുക്ക് 13-20-21 മത്തായിയുടെ സുവിശേഷം. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നുവെങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. പ്രൈസ് ദി ലോർഡ്. പലരും വചനം കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ അതിനെ കൈക്കൊള്ളുന്നുണ്ട്. സ്തോത്രം. എന്താ സംഭവിക്കുന്നത്? അവിടെ പറയുന്നു, അത് വേരില്ലാത്തതിനാൽ അത് ഉണങ്ങിപ്പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ക്ഷണികനത്രേ. അല്പസമയം കൊണ്ട് അത് പിന്മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീരും. 21. വചനനിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. സ്തോത്രം. എന്താ? ഒരു വചനം, ദൈവവചനം നിമിത്തം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് നിമിത്തം അവന്റെ ജീവിതത്തില് ഒരു ഞെരുക്കമോ ഉപദ്രവമോ, ഹല്ലേലൂയ, മറ്റുള്ള പ്രയാസമോ ദുഷികളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കേണ്ടി വന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, പല സ്ഥാനമാനങ്ങൾ വിട്ട് ഒന്നുമില്ല എന്ന് പലരും പറയുന്നിടത്ത്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ വചനം കേട്ടനുസരിച്ച്, കൽപ്പനകൾ കേട്ടനുസരിച്ച്, ഹല്ലേലൂയ, ദൈവത്തോട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദുഷിക്കുവാൻ പലരും കൂടെ ഉണ്ടാകും. സ്തോത്രം. പലരും കടന്നു വരാനിടയാവും. അതെല്ലാം, സ്തോത്രം, അതുകൊണ്ട് പല ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ചില തള്ളപ്പെടൽ ഒറ്റപ്പെടലുകളെല്ലാം സംഭവിക്കുമ്പോൾ കുടുംബത്തിൽ നിന്നാകട്ടെ, സുഹൃത്തുക്കളിൽ നിന്നാകട്ടെ, പല ഇടങ്ങളിൽ സമൂഹത്തിൽ നിന്നാകട്ടെ, പലരിൽ നിന്നും പല ഒറ്റപ്പെടലുകൾ സംഭവിക്കുമ്പോൾ, ഞെരുക്കമോ പ്രയാസങ്ങളോ നേരിടുമ്പോൾ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുവാനായിട്ടിടയായി തീരും. മനസ്സിലാക്കണമേ, ഒരു വിശ്വാസി വളരേണ്ടത് അനുദിനം വർദ്ധിച്ചു വളരണം. അത് വളരേണ്ടത് ആവശ്യമാണ്. ഒരു വിശ്വാസിക്ക് വളരണമെങ്കിൽ അവൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ആത്മീയ പോഷകം അവൻ ആവശ്യമാണ്. ആത്മീയ പോഷകം അവൻ ആവശ്യമെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ നടപ്പെട്ടവനായിരിക്കണം. അത് ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ട വചനത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്നായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആ വേരുകൾ ശ്രദ്ധിക്കണമേ. ആ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഒരു പ്രതികൂലത്തിൻ്റെ ഒരു അവസ്ഥകൾ വരുമ്പോൾ, ഹല്ലേലൂയ, സംഭവിക്കുന്നത്, സ്തോത്രം, അവൻ പിന്മാറ്റത്തിലേക്ക് മാറിപ്പോകുവാൻ, അല്ലെങ്കിൽ വീണു പോകുവാൻ, തളർന്നു പോകുവാൻ, വാടിപ്പോകുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ദൈവമക്കളെ, ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കണം. അടിസ്ഥാനം ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അവിടുന്നാണ് യുഗങ്ങളുടെ പാറ.
ക്രിസ്തു, ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ നിലപാട് ഉറച്ചതായിരിക്കണം. കാറ്റത്താടി ഉലയുന്ന ഞാങ്ങണ പോലുള്ള വിശ്വാസമുള്ളവന് ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കില്ലെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുമ്പോൾ നിന്റെ വിശ്വാസം ഉറപ്പുള്ളതായിരിക്കണം. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട അനേക സംഭവങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ വിശ്വാസം ഉറപ്പുള്ളതായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ, 46 മുതൽ 49 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ നിങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ എന്നെ വിളിക്കും, ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്. നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക വീട്ടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ച ഉടനെ അത് വീണു, ആ വീട്ടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. ഈ ഭാഗം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണിത്. നിങ്ങളെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്. അനേകർ ഇന്ന് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കർത്താവെ എന്ന് വിളിക്കുകയും ദൈവത്തിന് നിങ്ങൾ എൻ്റെ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കർത്തൃത്വത്തെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നിങ്ങൾ എൻ്റെ വചനം എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നിങ്ങൾ വചനം നിങ്ങൾ അംഗീകരിക്കാത്തിടത്തോളം ഞാൻ നിങ്ങളുടെ കർത്താവല്ല. നിങ്ങളുടെ ഭവനത്തിൻ്റെ നിങ്ങൾ പറയുന്നു കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നു, പക്ഷെ നിങ്ങൾ എൻ്റെ വചനം അംഗീകരിക്കാത്തിടത്തോളം എനിക്ക് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുന്നുവെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം എങ്ങനെയുള്ളവൻ? ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. എങ്ങനെയുള്ളവനോട് തുല്യൻ? ആഴത്തിൽ, സ്തോത്രം, ഇവിടെ പറയണോ, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പ്രതികൂലം വന്നാലും ആ വീട് തകർന്നു പോകുകയില്ല. നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നെങ്കിൽ എൻ്റെ വചനം കേട്ട് ആഴത്തിൽ കുഴിച്ച് ആഴത്തിൽ ഗ്രഹിച്ച് ഞാൻ ക്രിസ്തുവാകുന്ന ഞാനാകുന്ന പാറമേലെ, സ്തോത്രം, എൻ്റെ വചനത്തിന്മേലെ നിങ്ങളുടെ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ച് പണിയുന്നുവെങ്കിൽ ഒരു നാളും നിങ്ങൾ ഇടറിപ്പോവുകയില്ല, ഒരു നാൾ നിങ്ങൾ വീണു പോവുകയില്ല. നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. സ്തോത്രം, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ ആ ഭാഗത്തും ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ ആരെ എന്ന് പറയുന്നത്? പാറമേൽ വീട് പണിത മനുഷ്യൻ, ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിത മനുഷ്യൻ ബുദ്ധിയുള്ളവനെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ വിശ്വാസം, നമ്മുടെ ബുദ്ധിയുള്ളവരെ കുറിച്ച് കർത്താവ് ഉപമയായി പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമേ, ആ വിശ്വാസം പണിയപ്പെട്ടിരിക്കുന്നത്, ഒരു വിശ്വാസിയുടെ, ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം പണിയപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നിലുമല്ല, ക്രിസ്തുവാകുന്ന പാറമേലാണ്. ക്രിസ്തുവിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. ഒരു വിശ്വാസി ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കണം. അവന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലുള്ള നമ്മുടെ നിലപാട് ഉറച്ചതായിരിക്കണം. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ വീഴാതെ നിലനിൽക്കണമെങ്കിൽ ആഴത്തിലേക്ക് ഒരു വിഷത്തിന്റെ വേറിറങ്ങി പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആ വിഷം മറിഞ്ഞു വീഴുവാനായിട്ട് ഇടയായിത്തീരും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേദപുസ്തകത്തിൽ ഓക്ക് മരങ്ങളെ കുറിച്ച് നമുക്ക് പ്രതിപാദിച്ചിരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. എന്താണ് മരത്തിന്റെ പ്രത്യേകത? ആ മരത്തിന് വളരെ പ്രായം ചെന്ന് വളരെ പഴക്കമുള്ള ഓക്ക് വൃക്ഷങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അതിന്റെ വേരുകള്, സ്തോത്രം, അതിന്റെ വേരുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ വേരുകൾ അത് നിൽക്കുന്നതിന് ചുറ്റും പടർന്ന് ചുറ്റുപാടും അത് പടർന്ന് അതിന്റെ വേരുകൾ ഇറങ്ങിയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ തായ്വേരെന്ന് പറയുന്ന ഹല്ലേലൂയ ഏറ്റവും അടിയിലേക്ക് അത് പോയി ഏറ്റവും താഴ്ചയിലേക്ക് പോവുകയും മറ്റുള്ള വേരുകൾ ചുറ്റും അത് ആ മണ്ണിൽ പടർന്നിരിക്കുകയും ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എത്ര വർഷം പഴക്കമുള്ള മരമായാലും സ്തോത്രം, പഴക്കം കൂടുന്തോറും അതിന്റെ വേരുകൾ ഉറപ്പുള്ളതായിരിക്കും. ആ മണ്ണിൽ ആഴത്തിൽ അത്
പടർന്ന് മുറുകെ സ്തോത്രം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ആ മരം അങ്ങനെ തന്നെ നിൽക്കും. എന്നാൽ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന പല മരങ്ങളും വീണു പോയാലും ഹല്ലേലൂയ ഈ ഓക്ക് മരം വീഴാതെ നിലനിൽക്കും. എന്താ കാരണം? അതിൻ്റെ വേര് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വേര് ആ മണ്ണിൽ അത് നിൽക്കേണ്ടതായ മണ്ണിൽ ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്, ചുറ്റും പടർന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു വിശ്വാസ പ്രതികൂലത്തിന്റെ പ്രയാസത്തിന്റെ നടുവിൽ ഹല്ലേലൂയ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും അവൻ വീഴാതിരിക്കണമെങ്കിൽ അവന്റെ വേര് ക്രിസ്തുവിൽ ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനത്തിൽ ഇറങ്ങിയിരിക്കണം. അവന്റെ വേര് വചനത്തിൽ പടർന്നിരിക്കണം. ദൈവത്തിന്റെ വിശുദ്ധ വചനം മുഴുവൻ അവൻ ഗ്രഹിച്ചിരിക്കണം. അവൻ അതിൽ പടർന്നിരിക്കുന്ന ദൈവവചനത്തിൽ വിശ്വാസത്താൽ നീ പടർന്നിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നീ വേര് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും മറ്റു മരം ചുറ്റും നിൽക്കുന്ന പലതും വീണു പോയാലും നീ ഉറപ്പോടെ നിൽക്കും. കാരണം നീ പണിതപ്പെട്ടിരിക്കുന്നത്, നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ അത്രേ, ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലത്രേ. ഹല്ലേലൂയ. അത് മാറാത്തതത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വീഴാതെ വണ്ണം നിന്നെ മഹിമാസന്നിധിയിൽ നിർത്താൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന് സാധ്യമാണെന്ന് നീ മറന്നു പോകരുത്. നിനക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ കർത്താവ് വരുമ്പോൾ കർത്താവിനോട് കൂടെ നിങ്ങളെ ഞാൻ ഹല്ലേലൂയ എടുക്കപ്പെടുവാൻ ഇടയാകും. നിത്യമായൊരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു. ഈ പ്രത്യാശ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പ്രതികൂലത്തിന്റെ കാറ്റെടുത്ത് മറിഞ്ഞു പോകാനുള്ളതല്ല, ഉറച്ചു നിൽക്കാൻ. അത് കർത്താവിന്റെ വചനം പറയുന്നത് വീഴാതെ വണ്ണം മഹിമാൻ സന്നിധിയിൽ നിർത്തുവാൻ എൻ്റെ ദൈവം സർവശക്തൻ. ഹല്ലേലൂയ. തൻ്റെ സന്നിധിയിൽ നമ്മളെ നിർത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ഞാനും എന്തായിരിക്കണം? നിങ്ങൾ ഞാൻ ആ വചനത്തിൽ വേരൂന്നിരിക്കണം. ആ വചനത്തിൽ പടർന്നിരിക്കണം. ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ വേര് ഊന്നിയിരിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവാകുന്ന പാറമേലല്ലാതെ പ്രിയ ദൈവമക്കളെ ഒരടിസ്ഥാനം വേറെ എങ്ങും വിടരുത്. ഹല്ലേലൂയ. ദൈവത്തെ വിശുദ്ധ വചനം കൊരിന്ത്യർ ലേഖനത്തിൽ 3:11 നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും സാധ്യത. അപ്പോസ്തലൻ പറഞ്ഞു യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം യേശു ക്രിസ്തുവാ, അതല്ലാതെ വേറൊരു അടിസ്ഥാനമില്ല. അതല്ലാതെ ഒരു അടിസ്ഥാനം ആർക്കും ഇടുവാൻ സാധ്യമല്ല. സ്തോത്രം. അടിസ്ഥാനം യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകനുള്ള 28-ാം അധ്യായം 16-ാം തിരുവചനത്തില് യെശയ്യാ പ്രവാചകനുള്ള യഹോവയായ ദൈവം അരുളി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയൊരു മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ ഭാഗം വായിക്കാം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ചോദന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനിന്ന് തിരുവചനമായി ആയിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വിശദീകരിക്കുവാൻ സമയമില്ല. ദൈവം അനുവദിച്ചാൽ നമുക്കൊരു സമയത്ത് വീണ്ടും കർത്താവിൻ്റെ വരവ് നമുക്ക് ചിന്തിക്കാം. സുഹൃത്തുക്കളെ, ഞാൻ അല്പമായിട്ടൊന്ന് പറയട്ടെ. ഉറപ്പുള്ള അടിസ്ഥാനം. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മുമ്പ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹല്ലേലൂയ യഹോവയുടെ അരുളപ്പാടുകളാണ് പ്രവചനാത്മാവിലെ യെശയ്യാ പ്രവാചകനുള്ള ദൈവം വെളിപ്പെടുത്തിയ അരുളി ചെയ്ത കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. എന്താ? ഞാനിതാ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ല്, വിലയേറിയ ഒരു മൂലക്കല്ല് ആയി അടിസ്ഥാനക്കല്ല്. സ്തോത്രം. മൂലക്കല്ല് ക്രിസ്തുവാണ്. അടിസ്ഥാനക്കല്ല് ക്രിസ്തുവാണ്. ശോധന ചെയ്യപ്പെട്ട കല്ല് ക്രിസ്തുവാണ്. ഉറപ്പുള്ള കല്ല് ക്രിസ്തുവാണ്.
മറ്റൊരു പാറയില്ല. ഹല്ലേലൂയ. വിശ്വാസിയെ, ഹല്ലേലൂയ, ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ ജീവിതം അവന്റെ അടിസ്ഥാനം ഇടേണ്ടത് ക്രിസ്തു അല്ലാതെ മറ്റൊരു പാറയിലല്ല, മറ്റൊരു കല്ലിലല്ല, ഒരു അടിസ്ഥാനത്തിലല്ല. ഹല്ലേലൂയ. ദൈവമക്കളെ തിരിച്ചറിയുക. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം മുന്നമേ അരുളി ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഉറപ്പുള്ള കല്ല്, അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്ക് നിലനെ വളരെ സ്വാധീനിക്കുവാനിട. അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല. എൻ്റെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ഓടിപ്പോവുകയില്ല. അവൻ ഒരിടത്തും ഭാരപ്പെട്ടു പോവുകയില്ല. അവൻ ഒരിടത്തും നിരാശപ്പെട്ടു പോവുകയില്ല. അവൻ ഒരിടത്തും തകർന്നു പോവുകയില്ല. കാരണം തകരാതെ വണ്ണം ബലത്തോടെ പിടിച്ചു നിർത്തുന്നത് ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന പാറയാണ്, ഉറപ്പുള്ള പാറയാണ്. ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിലും ഹല്ലേലൂയ അവന് ഹല്ലേലൂയ ഉറപ്പോടെ പറയാൻ കഴിയും. എത്ര വലിയ പ്രതികൂലങ്ങൾ അടിച്ചോട്ടെ, എത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വന്നോട്ടെ, എന്തെല്ലാം രോഗങ്ങൾ എന്തെങ്കിലും എല്ലാം കടന്നു വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണ്. ഞാൻ ഓടിപ്പോവുകയില്ല, ഞാൻ തകർന്നു പോവുകയില്ല, ഞാൻ ഭാരപ്പെട്ടു പോവുകയില്ല. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, യെശയ്യാ പ്രവാചകനോട് പറഞ്ഞ അതേ വാക്യം അപ്പസ്തലനായ പത്രോസ് ഹല്ലേലൂയ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം 6-ാം തിരുവചനത്തിൽ വിളിച്ചു പറയുകയാണ്. ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല്. വാക്യം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ലെന്ന് തിരുവെഴുത്തിൽ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോകുകയില്ല. അവന്റെ മുഖം പ്രകാശിതരായി. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നീ നോക്കിയിട്ടുണ്ടെങ്കിൽ, അവന് നീ കർത്താവിന്റെ ഇഷ്ടം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അവന് നീ അടിസ്ഥാനമിട്ട് നീ നിന്റെ വിശ്വാസം പണിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ലജ്ജിച്ചു പോകില്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, നീ ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. നീ ഓടിപ്പോവുകയില്ല, നീ ഭാരപ്പെട്ടു പോവുകയില്ല, നീ തകർന്നു പോവുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ശ്രേഷ്ഠമായ കല്ലാണ്. ഹല്ലേലൂയ. അവൻ മാന്യവുമായ ഒരു മൂലക്കല്ലാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവന്റെ ശ്രേഷ്ഠത, അവന്റെ മാന്യത നിങ്ങൾക്കും എനിക്കുമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ നിങ്ങളെ നിന്ദിക്കുവാൻ നോക്കുന്നവർ, നിങ്ങളെ തള്ളിക്കളയുവാൻ നോക്കുന്നവർ, ഹല്ലേലൂയ, നിങ്ങളെ പരിഹസിക്കാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ നിന്നെ അവൻ തല ഉയർത്തി മാന്യതയോടെ നിർത്തുവാനായിട്ടിടയായി തീരും. നിന്നെ അവൻ ശ്രേഷ്ഠമായ പദവിയിൽ ഇരുത്തുവാനിടയും കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. ഒരു ക്രിസ്തുവിലായ ദൈവവിജലെ നീ ഓടിപ്പോവുകയില്ല. നിന്റെ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നിന്റെ അടിസ്ഥാനമെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ, വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നീ നിരാശപ്പെട്ടു പോകില്ല. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. നീ ഇന്ന് കടന്നു പോകുന്ന ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, നിന്നെ മറ്റുള്ളവരുടെ ലജ്ജിച്ച് തല താഴ്ത്തുവാൻ അവൻ അനുവദിക്കുകയില്ല. നിന്റെ മുഖം വാടുവാൻ അവൻ അനുവദിക്കുകയില്ല. നിന്റെ മുഖം പ്രകാശിതമായിരിക്കും. ഹല്ലേലൂയ. മോശ ദൈവത്തോടു കൂടി 40 ദിവസം ഇരുന്ന് കടന്നു വന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിതമായുമെങ്കിൽ സ്തോത്രം. മുഖ തേജസ് മുഖത്തെ തേജസ് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. ദൈവവൈദ്യലെ, നീ നിരാശപ്പെട്ട് കലങ്ങി ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ മുഖം പ്രകാശിതമാക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. ആ നാമത്തിൽ നീ അടിസ്ഥാനമിട്ട് ഹല്ലേലൂയ നിന്റെ വിശ്വാസം ഉറപ്പിക്കുമെങ്കിൽ ഞാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന് പറയട്ടെ, നീ നിരാശപ്പെട്ടു പോവുകയില്ല. നിന്റെ പ്രതികൂലങ്ങൾ മാറും. നീ ഉറപ്പോടെ നിൽക്കും. നീ ലജ്ജിച്ചു പോവുകയില്ല എന്ന് അപ്പോസ്തലൻ പത്രോസ് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാറ ക്രിസ്തുവത്രേ. ക്രിസ്തുവാകുന്ന പാറമേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത് ഹല്ലേലൂയ, പാറമേൽ പണിയപ്പെട്ടിരിക്കുന്ന ഈ സഭയെ തകർക്കുവാൻ ഒരു പാതാള ഗോപുര ശക്തികളും സാധ്യമല്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സഭ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും അടങ്ങുന്നതാ. ഹല്ലേലൂയ. നമുക്കെതിരെ ഒരു പാതാള അന്ധകാര ഗോപുര ശക്തികളും ഹല്ലേലൂയ പ്രബലപ്പെടുകയില്ല. കാരണം അന്ധകാര ശക്തികളെ പരാജയപ്പെടുത്തി കുരിശിൽ അവയുടെ മേൽ ജയാഘോഷം കൊണ്ട് വാഴ്ച
വാഴ്ചകളെയും അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും പരാജയപ്പെടുത്തി അവയുടെ മേൽ ജയാഘോഷം കൊണ്ടാണ്. ക്രിസ്തുവാണ് സഭ പണി, ക്രിസ്തുവിലാണ് സഭ പണിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഞാനും ഒരു കാലത്തും ലജ്ജിച്ചു പോകാനിടയാകത്തില്ല, തകർന്നു പോകാനിടയാകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച് ഉപദേശിച്ചു തന്ന തിരുവെഴുത്തുകൾക്ക് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അവനിലല്ലോ സകല ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിശ്ചയങ്ങളെല്ലാം ഗുപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിപ്പാൻ, ചതിച്ച് കളയാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. വെറും തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയുവാൻ ഇടയാകരുത്. സർപ്പമുപായത്തിൽ ഹവ്വായെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മതയും വിട്ട് നിങ്ങളെ വഷളാക്കി കളയുവാൻ കടന്നു വരുന്ന ഹല്ലേലൂയ ദുരുപദേശ ശക്തികളോടെ തിരിച്ചറിഞ്ഞിൽ നിന്നും ഹല്ലേലൂയ സൂക്ഷ്മതയോടെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ആയിരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നിയിരിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ നിങ്ങൾ വേരൂന്നിയിരിക്കണം. തത്വജ്ഞാനവും സ്തോത്രം, മനുഷ്യരുടെ ഉപദേശങ്ങളും എല്ലാം സ്തോത്രം, അത് മനുഷ്യരുടെയും ലോകത്തിൻ്റെയും സമ്പ്രദായങ്ങൾക്ക് ഒത്തവണ്ണമുള്ള ഉപദേശങ്ങളല്ല നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കണം. അതുകൊണ്ട് ദൈവം വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട അതേ വിശ്വാസത്തിൽ കൈക്കൊണ്ടതുപോലെ അവനിൽ വേരൂന്നി അവൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾ നടക്കുമെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായി തീരുവാനായിട്ടിടയായി തീരും. ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനായിട്ടിടയായി തീരും. സങ്കീർത്തനങ്ങളാലും സ്തുതിഗീതങ്ങളാലും ആത്മീക ഗീതങ്ങളാലും ഹല്ലേലൂയ തമ്മിൽ പാടിയും തമ്മിൽ പഠിപ്പിച്ചും നന്ദിയോടെ ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് സ്തോത്രം കരയറ്റി ഹല്ലേലൂയ ക്രിസ്തുവിൽ ബലത്തോടെ ഉറച്ചുന്നാൽ ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവമുണ്ട്. നിന്റെ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, യോഹന്നാന് പത്മോസിൻ്റെ ദ്വീപിൽ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, ഏകാന്തതയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ വളരെ പ്രായം യോഹന്നാൻ്റെ സന്നിധിയിലേക്ക് ദൈവസന്നിധി മുട്ടുമടക്കുവാൻ തയ്യാറായപ്പോൾ തേജോമനെ ദൈവം ഇറങ്ങി വന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, തേജസ്കരിക്കപ്പെട്ടവനെ കർത്താവ് ഇറങ്ങി വന്നുവെങ്കിൽ ഹല്ലേലൂയ ആ പത്മോസിന്റെ നടുവിൽ നിന്ന് തിരിച്ച് എഫെസത്തിൽ മടക്കിക്കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് സാധ്യമായെങ്കിൽ ഹല്ലേലൂയ, ഈ ലോകത്തിലെ ഒരു ഭരണാധികാരി അല്ല നിയന്ത്രിക്കേണ്ടത്. ഹല്ലേലൂയ, ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഒരു ജില്ലയിലെ ഹല്ലേലൂയ അവരൊന്നുമല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. ഹല്ലേലൂയ, അവരൊക്കെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്, ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടത്, അവരുടെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിലുപരിയായി നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. നിനക്ക് പ്രതികൂലമായി ആരെഴുന്നേറ്റാലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കും. യുദ്ധം യഹോവയ്ക്കുള്ളത്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറച്ചിരിക്കുക. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നിന്നെ കരം പിടിച്ച് നടത്തുവാൻ, പ്രതികൂലത്തിന് പുറത്തു കൊണ്ടുവരുവാൻ യേശു മതിയായവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനിൽ നിങ്ങൾ വേരൂന്നുക, ക്രിസ്തുവാകുന്ന പാറമേൽ. ദൈവം നിങ്ങളെ സകല ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ക്രിസ്തുവിൻ്റെ സകല വചനത്തിലും നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനകൾക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണമായി തീരുവാൻ പരിപൂർണത ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, ജീവനും ഭക്തിക്ക് വേണ്ടതല്ല കർത്താവ്, ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി തരുവാൻ കഴിയുന്ന വിശ്വസ്തനായ ദൈവം അങ്ങ് മാത്രമാണ് കർത്താവെ. അങ്ങയുടെ പരിജ്ഞാനത്തിൽ ഞങ്ങൾ വളരുവാനിടയാകണം, അങ്ങയുടെ വിവേകത്തിൽ ഞങ്ങൾ വളരുവാനിടയാകണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നവരായി തീരുവാനിടയായി തീരണം. എൻ്റെ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തരിക. ഇന്ന്
വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിലേക്ക് കൃപയിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങൾ അവർക്ക് കർത്താവെ ഗ്രഹിപ്പിച്ച് കൊടുക്കുമാറാകണമേ. അവരുടെ ബുദ്ധിമുട്ടുകളെ തുറക്കണമേ. ഈ ലോകത്തിൻ്റെ അധിപനെ പിശാച് കുരുട്ടാക്കി വെച്ചിരിക്കുന്ന കുരുട്ട് ഹൃദയങ്ങൾ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അത് തുറക്കപ്പെടട്ടെ. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ക്ഷീണിതർ ബലപ്പെടുവാൻ, സ്തോത്രം. ദൈവത്തിന്റെ കൃപാവരുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വരവേറ്റവും ആസന്നമായിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകം മാനസാന്തര നാളുകൾ നടക്കട്ടെ. ആദ്യ സ്നേഹം വിട്ടുമാറിയവർ, ആദ്യ സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകേണ്ടതിന്, ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ഇടയാകേണ്ടതിന്, ആഴത്തിൽ ക്രിസ്തുവിൽ വീഴുവാൻ ഇടയാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. എല്ലാ ക്ഷീണങ്ങളെയും മാറ്റണം. ഹല്ലേലൂയ. സ്തോത്രം. രോഗികളായ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് അങ്ങയുടെ സൗഖ്യം അടിപ്പിണരാളുള്ള അങ്ങയുടെ വചനത്തിന്റെ ശക്തി, ആ സൗഖ്യം അവരുടെ വ്യാപരിക്കുവാനിടയാകട്ടെ. മാനസികമായി ഭാരപ്പെടുന്നവര്, ശാരീരികമായി ഭാരപ്പെടുന്നവര്, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവര്, യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ ആ വിടുതലുകൾ കടന്നു വരുവാനിടയാകട്ടെ. സ്വർഗം അവർക്ക് വേണ്ടി തുറക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. തലമുറകളെ കുറിച്ച് ഭരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഏത് പ്രയാസത്തിലും പ്രതികൂലത്തിലും അങ്ങയുടെ സന്നിധിയിലെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമാകയാൽ പിതാവ് പുത്രൻ മഹത്വപ്പെടുവാൻ ഇടയാകേണ്ടതിന് അവരുടെ യാചനകൾക്ക് മറുപടി കൊടുക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വാമി, ദേശവും ദേശവാസികളും ഭരണാധികാരികളും എല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടത്, ദേശത്ത് നന്മയുണ്ടാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ദേവദാസന്മാരെയും, എല്ലാ മക്കളെയും, എല്ലാ വിശ്വാസികളെയും, എല്ലാ ജനത്തെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കോവിഡ് ഹല്ലേലൂയ ആ പ്രതികൂലത്തിന്റെ മധ്യത്തില് അനേക ഭാരപ്പെടുന്ന അനേക രോഗികളായിരിക്കുന്നു. വിടുതലുകൾ ദൈവമേ, സൗഖ്യം ദൈവം ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതികൂലത്തിന്റെ അവസരങ്ങളിൽ നിന്നും കർത്താവ് വിടുതലുകൾ അയക്കണം. കർത്താവെ സ്തോത്രം. വിശ്വാസത്തിൽ ബലപ്പെട്ട് ഉറച്ചു നിൽപ്പാൻ ദൈവജനത്തിന് കൃപ കൊടുത്താട്ടെ. അനേകർ ഈ കൃപയിലേക്ക് കടന്നു വരുവാനിടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കർത്താവെ, പ്രിയപ്പെട്ട എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന സഭയുടെ എല്ലാ ദൈവദാസന്മാരെയും, കർത്താവരുടെ കുടുംബങ്ങളെയും അവരുടെ ശുശ്രൂഷകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. കർത്തദാസന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഈ നാളുകളിൽ സ്തോത്രം, അങ്ങയുടെ ശുശ്രൂഷയിൽ ബലപ്പെട്ടിരിപ്പാൻ, അന്ത്യകാല ഉണർവിൻ്റെ ഭാഗമായി തീരുവാൻ കർത്താവെ സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് മുതൽ എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രഹസ്യപരവരെ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഇത്രത്തോളം നമ്മൾ നടത്തിയ കർത്താവിനെ വിശുദ്ധാഗ്രഹങ്ങൾ സ്തോത്രം കരയറ്റിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവേ